അകത്ത് നന്നായിട്ട് കയറ്റി വച്ചിട്ടുണ്ടാവുള്ളൂ. അത് നമ്മൾ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ കൊല്ലം 75% മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നാലാമത്തെ കൊല്ലത്തിൽ ഡിഗ്രി ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ ഇപ്പോൾ എഫ് എന്നുള്ള പ്രോഗ്രാം ചെയ്തത് കൊണ്ട് എന്നാ വേഗം വാ നാലാമത്തെ കൊല്ലം എന്ന് ഒരാളും നിങ്ങളെ കയറ്റില്ല. എഫ് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തത് അത് എന്തോ ആയിക്കോട്ടെ. ഇവിടെ ഇഗ്നോ ഒരു കൊല്ലം ഈ ഒരു ഡിഗ്രി എടുത്തിട്ട് ഒരു കൊല്ലം നിങ്ങൾ പുറത്തേക്ക് വന്നോ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇൻ എക്കണോമിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ഫിസിക്സ്, സർട്ടിഫിക്കറ്റ് ഇൻ മലയാളം എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും. 2 കൊല്ലം നിങ്ങൾ ചെയ്തുവോ, ഡിപ്ലോമ ഇൻ എക്കണോമിക്സ്, ഡിപ്ലോമ ഇൻ കെമിസ്ട്രി, ഡിപ്ലോമ ഇൻ കൊമേഴ്സ്, ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള സർട്ടിഫിക്കറ്റ് തരും. 3 കൊല്ലമാണോ നിങ്ങൾ ചെയ്തത്, അതിൽ കൃത്യമായി മാർക്കുണ്ടോ, 3 കൊല്ലത്തോടു കൂടി നിങ്ങൾ പഠനം നിർത്തി 3 കൊല്ലത്തിലാണോ നിങ്ങൾക്ക് ഉള്ളത്, 75% മാർക്ക് കിട്ടിയാലും 76% മാർക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ഡിഗ്രി എക്കണോമിക്സ് അഥവാ BA എക്കണോമിക്സ്, BSc മാത്തമാറ്റിക്സ്, BBA, BCom എന്നുള്ളത് ഒന്ന് തരുന്നു. അപ്പോൾ 75% മാർക്ക് ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒന്നും ചെയ്യേണ്ട, റീ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി, അഡ്മിഷൻ അല്ല. ഓട്ടോമാറ്റിക്കലി 45% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ മാത്രം ചെയ്താൽ മതി, വിച്ച് ഈസ് കോൾഡ് BA ഓണേഴ്സ് വിത്ത് റിസർച്ച്. അഡ്മിഷൻ എടുത്തു, ഗൾഫിലേക്ക് പോയി ഉഴപ്പി പോരാ. അത് 4ാമത്തെ കൊല്ലം അല്ലെങ്കിൽ 5ാമത്തെ കൊല്ലം അല്ലെങ്കിൽ 6ാമത്തെ കൊല്ലം അല്ലെങ്കിൽ 8ാമത്തെ കൊല്ലത്തിനുള്ളിൽ കൃത്യമായി റീ രജിസ്ട്രേഷൻ ചെയ്ത് ഞാൻ എല്ലാം നേരത്തെ ക്രെഡിറ്റ് എല്ലാം സ്വായത്തമാക്കി 3 കൊല്ലത്തിനുള്ളിൽ തന്നെ ഞാൻ എടുത്തു. 4ാമത്തെ കൊല്ലത്തിലാണ് എനിക്ക് കല്യാണം. ഓക്കെ, ഗൾഫിലേക്ക് ഞാൻ പോകുന്നു, പറന്നു. ആദ്യത്തെ 2 കൊല്ലം നല്ല ഉഗ്രനായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആകെ പ്രശ്നമായി. നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ ഒന്നും അത്താണിയില്ല. അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട ഇഗ്നോവിനെയും മുബാറക് മാസ്റ്ററെയും ഓർമ്മ വന്നത്. ഞാൻ എന്റെ ഇഗ്നോ പൊടി തട്ടി എടുക്കുന്നു. 4ാമത്തെ കൊല്ലം നേരെ ഞാൻ BA എക്കണോമിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് ഞാൻ ജോയിൻ ചെയ്യുന്നു. 75%-ൽ കൂടുതൽ മാർക്കുണ്ട്. അതിന്റെ ഇടക്കാണ് എനിക്ക് ഈ കല്യാണവും മറ്റും മറിച്ചതൊക്കെ ഉണ്ടായത്. എന്നാലും ശരി, അതൊക്കെ നല്ല ഗുണം തന്നെയായിരുന്നു. കുറെ അനുഭവങ്ങളൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടി. ഓക്കെ, വീണ്ടും ഞാൻ അത് നേടി. ഞാൻ വീണ്ടും ഇവിടെ വന്ന് 4ാമത്തെ കൊല്ലത്തിലേക്ക് 2 കൊല്ലം ഞാൻ വെറുതെ ഇരുന്നു. 5ാമത്തെ കൊല്ലവും 6ാമത്തെ കൊല്ലവും കഴിഞ്ഞ് 7ാമത്തെ കൊല്ലത്തിൽ ഞാൻ ഈ 4ാമത്തെ കൊല്ലത്തെ റിസർച്ച് വിത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്നു. അത് ഞാൻ 50%-ലേ ജയിക്കുന്നുള്ളൂ, അത് 60%-ലേ ജയിക്കുന്നുള്ളൂ, അത് 65%-ലേ ജയിക്കുന്നുള്ളൂ. കുഴപ്പമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയോ, 75%-ൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ റിസർച്ച് എന്നുള്ളതിലേക്ക് പോയോ, നിങ്ങൾ റിസർച്ച് പൂർത്തിയാക്കി 4 കൊല്ലവും കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്ന, ഇന്ത്യയിലെ ആദ്യമായി കിട്ടുന്ന ബാച്ച് നിങ്ങളാണ്. ഇന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റിക്കും ആ സൗഭാഗ്യമില്ല എന്റെ പ്രിയപ്പെട്ടവരെ. നിങ്ങളാണ് അതിന്റെ ജംസ്. നിങ്ങളാണ് ആദ്യത്തെ 4 കൊല്ലക്കാർ. ഇന്ത്യയിലെ വേറെ ഒരു യൂണിവേഴ്സിറ്റിയും അത് ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം ജനുവരിയിൽ ആരും അഡ്മിഷൻ എടുക്കുന്നില്ല. ഈ സന്തോഷ വർത്തമാനം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടം പോലെ കൊടുക്കുക. കുതിരയിൽ കയറി യോദ്ധാവ് യുദ്ധക്കളത്തിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾ മെസ്സഞ്ചറിലേക്ക് കൊടുക്കുക. അതിനാണ് ഈ ദൂതന്മാർക്ക് മെസ്സഞ്ചർ എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുന്നത്. അവർ മെസ്സഞ്ചേഴ്സ് ആണ്. അവർ കുതിരപ്പുറത്ത് സന്ദേശവാഹകരാണ്. അവർ നിങ്ങൾ ഇതേ വർത്തമാനം പറയുക. എല്ലാവരും ജൂണിന് ശേഷം, ഏപ്രിലിലെ പരീക്ഷ, മേയിലെ പരീക്ഷ, ജൂണിലോ ജൂലൈയിലോ ഓഗസ്റ്റിലോ റിസൾട്ട്, അങ്ങനെയാണ് പലരും. അങ്ങനെയാണ് ഇന്ത്യയിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയും ഇനി ഈ 4 കൊല്ലത്തേക്കുള്ളത്. 4 കൊല്ലം തുടക്കത്തിലേ ഇല്ലട്ടോ. 4ാമത്തെ കൊല്ലത്തിൽ വരണമെങ്കിൽ 1ാമത്തെ കൊല്ലം പൂർത്തിയായിട്ട്, 2ാമത്തെ കൊല്ലം പൂർത്തിയായിട്ട്, 3ാമത്തെ കൊല്ലം പൂർത്തിയായിട്ട്, അതിൽ നല്ല മാർക്ക് 75%-ൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾ 4ാമത്തെ കൊല്ലത്തിൽ ഡിഗ്രിക്കാരൻ എന്നാവുകയുള്ളൂ. അങ്ങനെ നിങ്ങൾ ഡിഗ്രി പൂർത്തിയാക്കുമ്പോൾ ലോകത്തിലെ അല്ല, ഇന്ത്യയിലെ, ലോകത്തിൽ വേറെ സ്ഥലങ്ങളിൽ അതുണ്ട്, ഇന്ത്യയിലെ ആദ്യത്തെ 4 വർഷത്തെ ബിരുദം കഴിഞ്ഞ നിങ്ങൾക്ക് PG ഒരൊറ്റ കൊല്ലം മതി. കാരണം പകുതി PG നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്പൊ 4+1, അതായത് 3+2. ഇനി 3ാമത്തെ കൊല്ലത്തിൽ നിങ്ങൾ പോയി ഈ പഠനം നിർത്തി 74% മാർക്കുള്ളൂ, നിങ്ങൾക്കൊന്നും ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയതായി, ഇപ്പോൾ PGക്ക് അഡ്മിഷൻ എടുത്തതുപോലെ പുതിയതായി PGക്ക് അഡ്മിഷൻ എടുക്കണം. എന്നിട്ട് 1ാമത്തെ വർഷം 2ാമത്തെ വർഷം, അപ്പൊ പുതിയ എൻറോൾമെന്റ്.
ഇത് 4ാമത്തെ വർഷത്തിൽ ആ കുട്ടിക്ക് പഴയ എൻറോൾമെന്റിൽ 4ാമത്തെ വർഷം BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് വിത്ത് റിസർച്ച്, ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്നുള്ള ബിരുദത്തോടു കൂടി ആ കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് കാണുന്ന മറ്റൊരാൾ PG 1 കൊല്ലത്തിലേക്ക് താങ്കൾക്ക് എടുത്ത് കയ്യിൽ തരും. അവിടെ താങ്കൾ അതിനു മുമ്പേ തന്നെ അർദ്ധ ഡിസർട്ടേഷൻ, ഗവേഷണം, റിസർച്ച് തുടക്കത്തിലെ താങ്കൾ ചെയ്ത് കാച്ചിക്കുറുക്കിയ പൊന്നായി താങ്കൾ വരികയാണ്. എന്നിട്ട് താങ്കൾക്ക് മനോഹരമായി അതിൽ 55% മാർക്ക്, 75 ഒന്നും വേണ്ട, 55% മാർക്ക് ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഡോക്ടറേറ്റ് എടുക്കാം, നെറ്റ് എടുക്കാം, എന്തും ചെയ്യാം. അങ്ങനെ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു ടീമാണ് ഇത്തരത്തിലുള്ള ഒരു വർത്തമാനം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഔദ്യോഗികമായിട്ടുള്ള അധികാരികൾ ഇൻഫർമേഷൻ തരുന്നതിന് മുമ്പേ ഏറ്റവും സന്തോഷകരമായി ഞാൻ നിങ്ങൾക്ക് ഇത് നൽകി എന്നുള്ള ചാരിതാർത്ഥ്യം ഇന്നത്തെ ഈ യോഗത്തിൽ എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, we want to make self-reliance. Our aim is how to get the excellent, the outstanding level. അതിന് ഇനി ഞാൻ എന്ത് ചെയ്യണം? അത് ചെയ്യാനാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുക. നോ തൈസെൽഫ്, KNOW, നോട്ട് NO. നോ തൈസെൽഫ് എന്ന് പറഞ്ഞാൽ ഞാനില്ല. ഓക്കെ, നോ തൈസെൽഫ്, ഞാൻ എന്നെ അറിയണം, എൻ്റെ കപ്പാസിറ്റി അറിയണം, എൻ്റെ ലെവൽ അറിയണം. എന്നിട്ട് ഞാൻ എന്നോടൊപ്പമുള്ള സഹപ്രവർത്തകരോട് ഒരു 3 പേരോട് ചേർന്ന് ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഞാൻ പരസ്പരം പഠിക്കണം, ഞങ്ങൾ പരസ്പരം പഠിക്കണം. അതിന് MNotes ഒരു വലിയ ചാലകമാണ്. നേരത്തെ മിസ് ദീപിക നമ്മളോട് പറഞ്ഞല്ലോ, ഞാൻ ഓരോ ക്ലാസ് സെക്കൻഡ് ഇയറിൽ അവർ PG MA സൈക്കോളജി, ഫസ്റ്റ് ഇയറിൽ MA സൈക്കോളജി ചെയ്തപ്പോൾ 108 വീഡിയോ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. MNotesൽ വന്ന് നോക്കൂ, മിസ് ദീപിക സൈക്കോളജി ക്ലാസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് ആണ്. ഒരു സെപ്പറേറ്റ് ഫോൾഡറിൽ അവരുടെ 108 ക്ലാസ്സുകളും നമുക്ക് ലഭ്യമാണ്. ആ 108 ക്ലാസ്സുകൾ പരീക്ഷയ്ക്ക് മുമ്പേ അവർ ക്ലാസ്സുകൾ എടുത്ത അനുഭവം, ക്ലാസ് എടുക്കണമെങ്കിൽ എത്രത്തോളം അനുഭവം, ക്ലാസ് എടുക്കണമെങ്കിൽ എത്രത്തോളം പ്രിപ്പറേഷൻ, അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുത്ത് അനുഭവിച്ച് വന്ന ആൾ പരീക്ഷാ ഹാളിലേക്ക് പുഷ്പം പോലെ എഴുതി വളരെ നല്ല മാർക്കുകൾ വാങ്ങിച്ചു. ആ മാർക്കുകളുടെ ആവറേജ് കൊണ്ട് സെക്കൻഡ് ഇയറിൽ അവർക്ക് വേറെ ഒരു തരത്തിലേക്ക് വിദേശത്തേക്ക് പോകേണ്ടി വന്നിട്ട് അവർ പരീക്ഷ വളരെ മനോഹരമായിട്ട് എഴുതി. വീഡിയോ കുറച്ച് എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും സെക്കൻഡ് ഇയറിൽ കിട്ടിയ അഗ്രിഗേറ്റ് മാർക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ അഗ്രിഗേറ്റ് മാർക്കും ചേർന്ന് അവരിപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. അവർ ഔട്ട്സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുന്നു എങ്കിൽ ആവറേജിൽ 75ലേക്ക് എത്തുന്നു എങ്കിൽ നേരത്തെ അവർ 82ലേക്ക് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ആ 82ൽ നിന്ന് പിന്നെ 76ലേക്ക് എത്തുമ്പോൾ അതിന്റെ ആവറേജ് താഴെ കുറച്ച് ഒരു 70കൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ അഗ്രിഗേറ്റ് ആണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാക്കിയത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. വി വാണ്ട് ടു ഡു സെൽഫ് ലേണിംഗ്, ഗ്രൂപ്പ് ലേണിംഗ്, കോഓപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് കൊളാബറേറ്റഡ് ലേണിംഗ്. അപ്പൊ ഇത്രയും ആമുഖമായി ഞാൻ താങ്കളെ ഒന്ന് ഉണർത്തിക്കൊണ്ട് കുറെ കൈകൾ പൊന്തിയിട്ടുണ്ട്. ആ കൈകൾ പൊന്തിയവർക്കെല്ലാം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. 1 by 1 ആയി ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി ഊന്നിക്കൊണ്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുമായി ഊന്നിക്കൊണ്ടോ താങ്കൾക്ക് ഇപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. മൈക്ക് സദസ്സിന് കൈമാറുന്നു. യെസ്, പറഞ്ഞോളൂ. യെസ്, അരുൺ രാജ് ഒരു സംശയം ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. നമുക്കിപ്പോ ഒരു പരീക്ഷയുടെ മുന്നേ ABC എന്നൊരു ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്, അത് സത്യത്തിൽ ഇങ്ങനെയാണോ? പരീക്ഷയുടെ മുന്നേ ABC ഫോർമാറ്റ് അത് ഒരു നിർബന്ധവുമില്ല. അത് ഏതോ ഒരു യൂട്യൂബുകാരൻ കടഞ്ഞ വെറുതെ റീച്ച് കിട്ടാൻ വേണ്ടി അടിച്ചുവിട്ട സംഗതിയാ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ പരീക്ഷ എഴുതിപ്പിച്ചില്ലേ? അതെ സർ. ഞാൻ രജിസ്റ്റർ എന്നോട് ചെയ്തിരുന്നോ ഇതിനു മുമ്പ്? ഇല്ല സാറേ, ചെയ്തില്ല. എന്നാൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഞാൻ ABC ഇല്ലാതെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അയാൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഓക്കെ, അതൊന്നും ആധാർ കാർഡ് എടുത്താലേ നിങ്ങൾക്ക് ഇവിടെ അരി തരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കാൻ പറ്റുമോ? ആധാർ കാർഡ് ഇല്ലാതെ റേഷൻ കാർഡ് ഇല്ലാതെ ഒക്കെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റും. അങ്ങനെ ആരും ഒരിക്കലും പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊരു യൂട്യൂബറിന് തോന്നിയതാണ്.
ആധാർ കാർഡ് ഉണ്ടെങ്കിലേ നിനക്ക് ഇന്ത്യൻ പൗരനായിട്ട് നിൽക്കാൻ പറ്റുമെന്ന്. നമുക്കുള്ള ഒരു ഫെസിലിറ്റിക്കുള്ള ഒരു സംഗതിയാണ് അത് അക്കാഡമിക് ബാങ്ക് ക്രെഡിറ്റ്. നിങ്ങൾക്ക് ക്രെഡിറ്റ് മാറ്റാൻ എപ്പോഴാ പോകേണ്ടത്? ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോഴേ അതിന്റെ ആവശ്യമുള്ളൂ. അത് ഇപ്പൊ ഈ പറഞ്ഞു തരുന്ന ആൾ അത് പറഞ്ഞു തന്നിട്ടില്ല എങ്കിൽ അതിന്റെ ആവശ്യം നിങ്ങൾക്കില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ മുബാറക്ക് എന്നോ അക്കാര്യം മുന്നിലേക്ക് വന്നിട്ടുണ്ടാവും. കാരണം ഞാനൊരു മുമ്പേ പറക്കുന്ന പക്ഷിയാണ്. ഇടങ്ങേറാക്കാൻ നമ്മളില്ല. അടുത്ത ചോദ്യം. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സർ, സ്മിത, BSc BCH ആണ്. അപ്പൊ അസൈൻമെന്റ് എഴുതാൻ തുടങ്ങിയപ്പോ ഒരു സംശയം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു സർ. ചോദിച്ചോളൂ. ഈ അസൈൻമെന്റിൽ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി സെപ്പറേറ്റ്ലി എഴുതണം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പാർട്ട് എ ഉണ്ട്, അത് ആൻസർ ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാർട്ട് ബി എഴുതി, അതും ആൻസർ ചെയ്തു. അപ്പൊ ആ സെയിം ഷീറ്റിന്റെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, അതിൽ തന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട് ഒരു കോഡല്ലേ. ഒരു നിങ്ങൾ താഴെ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ ABC ഉള്ള പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ള ആളുകളല്ലേ? അതെ അതെ. അപ്പൊ 2A അതിന്റെ കണ്ടിന്യൂഷൻ എഴുതാമോ എന്നുള്ളതാണ്. അതോ സെപ്പറേറ്റ് ഷീറ്റ് സെലക്ട് ചെയ്യണോ? എന്താ സർ? ഒരു കോഡാണോ? എക്കും ഒരു കോഡ്, ബിക്കും ഒരു കോഡ് തന്നെയല്ലേ? അസൈൻമെന്റ് കോഡാണോ സർ? 101, BPC അതെ 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 102 ഒന്നല്ലേ? പിന്നെ എന്തിനാ ബേജാറ്? അതെ അതെ. ഓക്കെ, ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, അടുത്ത ആൾ. ചോദിച്ചോളൂ. യെസ്, ചോദിച്ചോളൂ. യെസ്, ഷാഫിൻ. സർ, 4 സബ്ജക്റ്റിന് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ അക്നോളജ്മെന്റ് കിട്ടുമോ? 4 സബ്ജക്റ്റിന് ഇന്നലെ. അതായത് ഇപ്പോൾ മുബാറക്ക് മാഷ് ചെയ്തിരിക്കുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? എല്ലാവരും ഒന്ന് മനസ്സിലാക്കാൻ. 9ാമത്തെ മാസത്തിൽ അഡ്മിഷൻ എടുത്ത് 9ാമത്തെ മാസത്തിൽ പരീക്ഷ. കഴിഞ്ഞ ജൂലൈയിൽ പരീക്ഷ ജൂലൈ 23 അഡ്മിഷൻ നേടിയവർ ഈ വരുന്ന ജൂണിൽ പരീക്ഷ എഴുതണം. പൊതുവെ കേരളത്തിന്റെ പ്രത്യേകത മറ്റു ഉത്തരേന്ത്യയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് എല്ലാ സ്റ്റഡി സെന്ററുകളും ഫുള്ളാകുന്നു. അല്ലേ അരുൺരാജ്? കഴിഞ്ഞ കൊല്ലം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? പെട്ടെന്ന് സ്റ്റഡി സെന്ററുകൾ ഫുള്ളാകുന്നു, നമ്മൾ അറിയാതെ തന്നെ ഫുള്ളാകുന്നു. അതിനാണ് മുബാറക്ക് മാഷ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേരത്തെ അപ്ലിക്കേഷൻ ഫോം തന്നിട്ട് നിങ്ങൾ അതിന് കൊടുക്കുക. കാശൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ? കാശ് വാങ്ങിച്ചിട്ടുണ്ടോ? ഹലോ, കാശ് വാങ്ങിച്ചിട്ടുണ്ടോ ഇപ്പോ? ഷഫിൻ? ഇല്ല, വാങ്ങിച്ചിട്ടില്ല. ഫോം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അഡ്മിഷന്റെ ലിങ്ക് വന്ന ഉടനെ മുബാറക്ക് മാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കും. നിങ്ങൾ അയച്ചതിന് ഇത്ര രൂപ വീതം ഇത്രയിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന അക്കൗണ്ടിലേക്ക് അയക്കൂ എന്ന് 7000 കുട്ടികളുള്ള ഒരു ടെലഗ്രാം ചാനലാണ് നമ്മുടെ ഡാഷ്ബോർഡ്, നമ്മുടെ നോട്ടീസ് ബോർഡ്. ഡാഷ്ബോർഡ് കേൾക്കുമ്പോൾ അത് വേറെ ഒരു വാക്കായിട്ടൊന്നും നമ്മൾ കാണണ്ട. ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസിന്റെ നോട്ടീസ് ബോർഡിനെയാണ് ഇപ്പോൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ അർത്ഥത്തിൽ ഞാൻ ആ ഒരു മെസ്സേജ് വന്നാൽ നിങ്ങൾ കാശ് എനിക്ക് അയച്ചു തരും. കാശ് അയച്ചു തന്നവരെ ഞാൻ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യും. കമ്മർ 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 ഗോയർ ഗോയർ ഗോയർ, ഒരു നാടൻ ഭാഷയിൽ പറയുന്ന പോലെ ആദ്യമായിട്ട് വരുന്നവന് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അപ്പൊ മറ്റുള്ളവരെല്ലാവരും കയറി ചെയ്യുന്നതിന് മുമ്പ് നട്ടപ്പാതിരൊക്കെ ഞാൻ ഇരുന്ന് 200 കുട്ടികളാണെങ്കിലും ശരി, 300 കുട്ടികളാണെങ്കിലും ശരി, 500 കുട്ടികളാണെങ്കിലും ശരി, ഏറ്റവും അടുത്തുള്ള സെന്ററിലേക്ക് ആദ്യമേ ഞാൻ അവിടെ നിറയ്ക്കും. എന്നിട്ട് ബാക്കിയുള്ളവർ എന്താ വെച്ചാൽ ചെയ്തോട്ടെ, നമുക്കൊരു കുഴപ്പമില്ല. നമ്മളൊരു എക്സലന്റ് ആയിരിക്കണ്ടേ, ഒരു എക്സ്പേർട്ട് ആയിരിക്കണ്ടേ? അങ്ങനെ ഉണ്ട്. നല്ല പണിക്കാരന് നല്ല പണി കിട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. എല്ലാം പണി എന്നുള്ള വാക്കാണ്. നല്ല പണി, നല്ല പണി, അർത്ഥ വ്യത്യാസമില്ലേ? അതാണ് നമ്മളുടെ പണി. ക്ലിയർ? ക്ലിയർ? ഓക്കെ. അടുത്ത ചോദ്യം. യെസ്, അൻസാർ എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി ഒരു പേജ് ബ്ലാങ്ക് വിട്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്തിനാ ഒരു പേജ് മൊത്തം ബ്ലാങ്ക് ആക്കണേ?
അങ്ങനെ ഒരു പേജ് അറിയാതെ ബ്ലാങ്ക് ആയി പോയാലും നോക്കുന്ന ആള് പൊട്ടനൊന്നുമല്ല. അയാൾ അത് നോക്കിയിട്ടേ ചെയ്യുകയുള്ളൂ കേട്ടോ. എല്ലാ പേപ്പറും നോക്കിയിട്ടേ ചെയ്യുകയുള്ളൂ. അങ്ങനെ ഒരു ആശങ്കയൊന്നും വേണ്ട. ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പേജ് നമ്പർ ഇട്ടിട്ട് അതിന്റെ തുടക്കത്തിൽ നമ്മൾ എത്ര പേജ് എന്ന് എഴുതും. കൃത്യമായി ഞാൻ എഴുതിയ പേജുകൾ എല്ലാവരുടെയും ആ 24 പേജ് 36 പേജിന്റെ ബുക്ക്ലെറ്റ് എന്നല്ല, നമ്മൾ എഴുതിയ പേജുകളുടെ എണ്ണം അവിടെ എഴുതി വെക്കും. അഡീഷണൽ ഷീറ്റ് വാങ്ങിച്ചത് എത്ര എന്നുള്ളത് എഴുതാൻ ഇപ്പൊ നമുക്ക് കോളം ഇല്ല, അഡീഷണൽ ഷീറ്റുകൾ ഇല്ല, ഒരു ബുക്ക്ലെറ്റ് ആണ്. അപ്പൊ പരമാവധി തന്നിരിക്കും. അപ്പൊ നേരത്തെ പരീക്ഷ എഴുതുക, നേരത്തെ സ്ഥലം വിട്ടിട്ട്, അതിനാണ് ഞാൻ ഒരു വെട്ട് ഇടാൻ പറഞ്ഞത്. ഒന്നുമില്ലാതെ താങ്കൾ വിട്ടാൽ പരീക്ഷ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ നേരത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് ബ്ലാങ്ക് ഏരിയയിൽ ഒരു വെട്ട് കൊടുത്താൽ അവസാനത്തെ ആ വെട്ട് കാണുമ്പോഴാണ് അത് തീർന്നിരിക്കുന്നത് എന്നർത്ഥം. അടുത്തത് ഓട്ടോമാറ്റിക്കലി അയാൾ നോക്കും, ബേജാറാകൊന്നും വേണ്ട കേട്ടോ. കൂൾ ആൻഡ് റിലാക്സ്. പരീക്ഷയെ വളരെ സന്തോഷത്തോടു കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്യണം. ഹൗ ക്യാൻ വി റൈറ്റ് ദ എക്സാമിനേഷൻ, ഹൗ വി വാണ്ട് ടു പ്രിപ്പയർ ദ എക്സാമിനേഷൻ, അങ്ങനെ പറ്റിയുള്ള ഒരുപാട് സംഗതികൾ നമുക്ക് തുടർന്നും സംസാരിക്കാവുന്നതാണ്. യെസ്, അടുത്ത ആൾ ചോദിച്ചോളൂ. വിഷ്ണു കുണിശ്ശേരി കുറെ ആയി കൈപൊക്കിയിട്ട് ചോദിച്ചോളൂ. രഞ്ജു സുമേഷ് ചോദിച്ചോളൂ. സാർ, ഈ അസൈൻമെന്റ് നമ്മൾ എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? അസൈൻമെന്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം കിട്ടാൻ 3 മാർഗമുണ്ട്. ഏറ്റവും നല്ലത് നമ്മളുടെ ഇഗ്നോ തരുന്ന ബുക്ക് തന്നെയാണ്. ഓക്കെ. പിന്നെ സാധാരണഗതിയിൽ ഒരു 75 മാർക്ക് 80 മാർക്ക് വാങ്ങേണ്ട കുട്ടി നിർബന്ധമായും അഡീഷണൽ റെഫറൻസ് ചെയ്യണം. അഡീഷണൽ റെഫറൻസ് എന്താണ്? ഈ റെഫറൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ റെഫറൻസ് എന്താണ്? സൂചന. റെഫറൻസ് സൂചന അഥവാ പരാമർശം. നമ്മൾ കൂടുതൽ സൂചനകളിലേക്ക് പോകണം, കൂടുതൽ പരാമർശങ്ങളിലേക്ക് പോകണം, കൂടുതൽ റെഫറൻസസ് വേണം, കൂടുതൽ ആളുകൾ നമ്മെ പരിചയപ്പെടുത്തണം, പരിചയപ്പെടണം. റെഫറൻസ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടലാണ്. അപ്പൊ ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയൽ പോലെ തന്നെ നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് പ്രത്യേകം നിങ്ങൾക്ക് നൽകുന്ന ഗൈഡുകൾ, ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ. ആ ഗൈഡുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വലിയ വർത്തമാനം പറയുന്നു എന്ന് നിങ്ങൾ തോന്നണ്ട കേട്ടോ. ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ തോന്നിയാൽ നിങ്ങൾക്കാണ് നഷ്ടം. മുബാറക് മാഷിന് ഒരു നഷ്ടമില്ല. അങ്ങനെയുള്ള ഗൈഡുകൾ നിങ്ങളുടെ മുമ്പ്. ഗൈഡ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പോകുമ്പോൾ നമ്മൾ ട്യൂഷന് പോവില്ലേ? ട്യൂഷൻ പോകുന്ന കുട്ടികളാണല്ലോ കൂടുതൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ട്യൂഷന് പോകാൻ കഴിവില്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും? ലേബർ ഇന്ത്യ പോലുള്ള ബുക്കുകൾ വാങ്ങിച്ചിട്ട് അത് പഠിച്ച് പ്രിപ്പയർ ചെയ്യും. ട്യൂഷന് പോകാൻ അവർക്ക് കഴിയുന്നില്ല. നമുക്കിവിടെ ട്യൂഷനുള്ള അറേഞ്ച്മെന്റും ഉണ്ട്, ലേബർ ഇന്ത്യ മോഡലിലുള്ള അറേഞ്ച്മെന്റും ഉണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഒതുക്കി നിർത്തിയാൽ മതി. പക്ഷെ ഇഗ്നോയുടെ ബുക്കുകൾ വളരെ വലുതാണ്, എല്ലാവരും നല്ല കണ്ടന്റ് ആണ്, സൂപ്പറാണ്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ അത് മാത്രം മതി. പക്ഷെ ആശയങ്ങൾ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ ഒരു റെഫറൻസ് മെറ്റീരിയൽ അഡീഷണൽ ഉണ്ടാകുന്നതോ മലയാളത്തിൽ വേണമെങ്കിൽ ക്ലാസ്സുകൾ കിട്ടുന്നതോ നല്ലതാണ്. അതിന് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് മലയാളത്തിൽ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നത്. ആ ക്ലാസ്സുകൾ തരുന്നത് ഞാൻ തരുന്ന മെസ്സേജിലെ 2ാമത്തെ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായി കിട്ടും. നോട്ട്സ് MSWയുടെ ക്ലാസ്സുകൾ ഇപ്പോൾ കൊടുക്കുന്നില്ല. MSWന്റെ റെഫറൻസ് മെറ്റീരിയൽ ആണ് തരുന്നത്. റെഫറൻസ് മെറ്റീരിയൽ ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിന് 12 തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. എല്ലാ കണ്ടന്റിനെയും കാച്ചിക്കുറുക്കി എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത് പറയുമ്പോൾ കുറേ പേർ നിങ്ങളുടെ നമ്പർ എങ്ങനെയൊക്കെയോ കളക്ട് ചെയ്ത് പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. റെഡി ടു അസൈൻമെന്റ് 0 മാർക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യരുത്. 75% മാർക്ക് പ്രതീക്ഷിക്കുന്ന ആൾക്ക് ഇത്തരത്തിലുള്ള അസൈൻമെന്റ് വാങ്ങിച്ചാൽ വട്ടപൂജ്യം മാർക്ക് കിട്ടും, തോറ്റു തുന്നമ്പാടും. എല്ലാവരും അസൈൻമെന്റ് എല്ലാം റെഡി ടു, നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഞങ്ങൾ എഴുതി തരാം, നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഞങ്ങൾ തരാം, നിങ്ങളത് അങ്ങനെ കൊടുത്തോളൂ. എല്ലാവർക്കും ഒരേ രൂപത്തിലാണ് അവർ കൊടുക്കുന്നത്, എഴുതുന്നത്. ഒരു എഴുത്തു തൊഴിലാളി
എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും എത്ര തന്നെ എഴുതിയാലും ഒരു 10 പ്രാവശ്യം ഒരു ഇതിൽ എഴുതാൻ പറ്റും. നമ്മൾ തന്നെ പല രൂപത്തിൽ ഒപ്പിട്ട് നോക്കൂ, കയ്യിൽ പല രൂപത്തിൽ ഒപ്പിട്ട് നോക്കൂ, 10-12 എണ്ണം വരും. പിന്നെ വരുന്നതെല്ലാം ആ 10-12 ഉൾപ്പെട്ടതാണ്. 1000 പ്രാവശ്യം എഴുതിയാലും 1000 വ്യത്യസ്തമല്ല. ആദ്യത്തെ 5, 6, 10 വ്യത്യസ്തമാണ്. പിന്നെ വരുന്നതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട ഈ 10 എണ്ണത്തിന്റെ ഉള്ളിലുള്ളതേ വരികയുള്ളൂ. ആ 10 എണ്ണം തന്നെയാണ് ഈ 1000 പേർക്കും അവർ അയച്ചിട്ട് അവർ ലക്ഷപ്രഭുക്കളാകുന്നത്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് മടുത്തിട്ടാണ് അധ്യാപകർ വരുന്നത്. അങ്ങനെയുള്ള വാക്കുകൾ കാണുമ്പോൾ തന്നെ അവർ വലിയ കോഴിമുട്ട നിങ്ങൾക്ക് തരും. സ്റ്റഡി സെന്റർ ഒക്കെ ചേഞ്ച് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളത് മുബാറക് മാഷിന് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക, സ്റ്റഡി സെന്റർ ചേഞ്ച് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ അസൈൻമെന്റ് എഴുതേണ്ടത് എപ്പോഴാണ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കുറച്ച് പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനി ഒരു 2-3 പേർക്ക് ഞാൻ ഒരു അവസരം തന്നിട്ട് നമ്മൾ കൃത്യം 7 മണിക്ക് തുടങ്ങി, ഇപ്പൊ 9 മണി ആകാറായി. 7:30ക്കാണ് തുടങ്ങിയത്, 1.5 മണിക്കൂറായി. ഈ പ്രോഗ്രാം ഇനിയും അരമണിക്കൂർ നമുക്കുണ്ട്. നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുള്ള നമ്പർ ആണെങ്കിൽ എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലേ, അറിയില്ലെങ്കിൽ എഴുതിക്കോളൂ. 7012461727. ആ നമ്പർ എല്ലാവർക്കും എല്ലാ വീഡിയോയിലും ആ നമ്പർ ഉണ്ട്. 7012461727. എല്ലാ വീഡിയോയിലും ഈ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പൊ ആ നമ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും ബേജാറാകേണ്ട കാര്യമില്ല. എല്ലാം ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഡോണ്ട് വറി. ഇനി നമുക്ക് എന്താണോ ഇനി കൂടുതൽ അറിയേണ്ടത് അത് നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സർ, അദീല. ഞാനിപ്പോ BSc zoologyക്കാണ് അഡ്മിഷൻ എടുത്തത്. അതെ, അതിലൊരു വെരിഫിക്കേഷൻ ഇമെയിൽ വരാനുണ്ടെന്ന് സാർ പറഞ്ഞിരുന്നു. വെരിഫിക്കേഷൻ ഇമെയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾക്ക് ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരും. ഗ്രീറ്റിംഗ്സ് ഫ്രം ഇഗ്നോ എന്ന് പറഞ്ഞിട്ട് അതിൽ വെൽക്കം എന്ന് പറഞ്ഞ ഒരു എൻറോൾമെന്റ് നമ്പറും പിന്നെ സബ്ജക്ട് കോഡുകളെല്ലാം ഉള്ളത് ഒരു മെസ്സേജ് വരും. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ഉടൻ. ഇപ്പോ ഇഗ്നോ വീണ്ടും 15 ദിവസം ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന്, ഒരു ദിവസത്തിൽ വന്നതുണ്ട്, 2 ദിവസത്തിൽ, ചിലപ്പോൾ 1 മാസമായിട്ടും വരാത്തതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. അത് പല കാരണങ്ങളുണ്ട്. പല വീഡിയോസിലും അത് എന്തുകൊണ്ടാണ് ലേറ്റ് ആകുന്നത് എന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എല്ലാം പുതിയ കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രമ്യ ഗോപാൽ. പിന്നെ സാറേ, ചോദിച്ചോളൂ. സാർ ഒരു ഡൗട്ട് ഉണ്ട്. ഇതിന് BScക്ക് കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ടോ? കോണ്ടാക്ട് ക്ലാസ് ഉണ്ട്. അത് എഴുതിയെടുത്തോളൂ. എല്ലാവരും അത് എഴുതിയെടുത്തോളൂ. 4 ക്രെഡിറ്റ് ഉള്ളതിന് 1 ക്രെഡിറ്റ് ഈക്വൽസ് 30 hours ലേണിംഗ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. കോണ്ടാക്ട് ക്ലാസ്, അത് ഹെഡിങ് കൊടുക്കൂ. അതിന് പറയുന്ന പേര് PCP, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. PCP എന്നാണ് അതിന് പറയുക, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. ശരിക്ക് ഇഗ്നോ ഫേസ് ടു ഫേസ് തരേണ്ടതാണ്. പക്ഷെ ഇപ്പോഴും ഇഗ്നോ അത് ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. അതെ, എന്ന് തൊട്ടാ കിട്ടി തുടങ്ങുക? ഓൾറെഡി ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് ഏതൊക്കെയാണ് ക്ലാസ്സുകളിലേക്ക് കിട്ടുന്നത് എന്ന് അദീല എന്നോട് ചോദിക്കണം. എവിടുന്നാണ് ആ ക്ലാസ്സുകൾ കിട്ടുക എന്ന് എന്നോട് ചോദിക്കണം. ഞാൻ ഇതൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു. ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്ന് നോട്ട്സിൽ ഞാൻ വിവിധ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ക്രെഡിറ്റിനെ പറ്റി പറയുന്നത് കൊണ്ട് ക്രെഡിറ്റിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഞാൻ ഇത് പറയും. അതില ഞാൻ പോകാതെ എന്നെ പിടിച്ച് ഇത് ചോദിച്ചിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് രമ്യ ഗോപാലിന്റെ അടുത്തേക്ക് പോകാം. അപ്പോ 4 ക്രെഡിറ്റ് ഉള്ള ഒരു വിഷയത്തിന് 5 PCP ഇഗ്നോ തരണം. 4 ക്രെഡിറ്റ് സമം 5 PCP, പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം. 1 PCP സമം 2 hours HRS, 2 മണിക്കൂർ. 1 PCP ഈക്വൽസ് 2 hours. അപ്പൊ 5 PCP 10 മണിക്കൂറേ നിങ്ങൾക്ക് ക്ലാസ് തരികയുള്ളൂ. 2 ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ
3 ക്ലാസ്. ലാബുകാർക്കൊക്കെ 2 ക്രെഡിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. 2 ക്രെഡിറ്റിന് 3 ക്ലാസ്, 4 ക്രെഡിറ്റിന് 5 ക്ലാസ്, 6 ക്രെഡിറ്റിന് 8 ക്ലാസ്. എംകോമിനൊക്കെ 6 ക്രെഡിറ്റിന് 8 ക്ലാസ്, 8 ക്രെഡിറ്റിന് 10 ക്ലാസ്. 10 PCP, 8 ക്രെഡിറ്റ് ഈക്വൽസ് 10 PCP. അങ്ങനെ ഫസ്റ്റ് ഇയറില് ഡിഗ്രിക്ക് 8 പേപ്പർ ഉണ്ട് എന്ന് കരുതുക. 8 × 10 80 PCP നിങ്ങൾക്ക് ഒരു കൊല്ലം കിട്ടിയിരിക്കണം. ഞാൻ പറയുന്ന വാക്ക് കിട്ടിയിരിക്കണം. തരുന്നതോ തരാത്തതോ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളത് വാങ്ങണം. ബിക്കോസ് യു ആർ ട്രൈയിങ് ടു ഗെറ്റ് ഓ. ഇഗ്നോ അത് തരുന്നില്ലെങ്കിൽ ഇഗ്നോ അത് തരാൻ നിങ്ങൾ ഉത്തരവാദികൾ. നിങ്ങളത് ഇഗ്നോയെ സ്റ്റിറപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ഇഗ്നോയെ സ്റ്റിറപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1, നിങ്ങൾക്കൊരു റീജിയണൽ സെന്റർ ഉണ്ടാകും. RC, പെട്ടെന്ന് എഴുതിക്കോളൂ. RC, റീജിയണൽ സെന്റർ. RC കോഡ്, അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ അതൊക്കെ വന്നിട്ടുണ്ടാവും. അതില വെരിഫിക്കേഷന് വേണ്ടി ഞാൻ തന്നില്ലേ, അതിൽ വന്നിട്ടുണ്ടാവും. ഏതാണ് സ്റ്റഡി സെന്റർ, ഏതാണ് റീജിയണൽ സെന്റർ എന്നൊക്കെ അതിൽ കാണും. കേരളത്തിലെ 3 റീജിയണൽ സെന്റർ: വടകര, കൊച്ചിൻ, ട്രിവാൻഡ്രം. ഓക്കെ. അപ്പൊ ഈ റീജിയണൽ സെന്ററും റീജിയണൽ സെന്റർ കോഡും, റീജിയണൽ സെന്ററിന്റെ ഇമെയിൽ അഡ്രസ് അറിഞ്ഞിരിക്കണം. റീജിയണൽ സെന്ററിന്റെ കോർഡിനേറ്ററുടെ നമ്പർ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ റീജിയണൽ സെന്ററിലെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, അവരുടെ നമ്പർ അറിഞ്ഞിരിക്കണം. റീജിയണൽ ഡയറക്ടറുടെ നമ്പർ അറിഞ്ഞിരിക്കണം. അവരൊക്കെ ലാൻഡ് നമ്പർ തരും. ഓക്കെ. ഇത്രയും നിങ്ങൾ വാങ്ങണം. ഓരോ റീജിയണൽ സെന്ററിന്റെ കീഴിലും കുറെ സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടാകും. അതും ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ തന്നിട്ടുണ്ട്. സ്റ്റഡി സെന്റർ. അവ സ്റ്റഡി സെന്ററിന് ഒരു കോർഡിനേറ്റർ ഉണ്ടാകും. അപ്പൊ സ്റ്റഡി സെന്റർ ഇമെയിൽ, സ്റ്റഡി സെന്റർ അഡ്രസ്, സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ മൊബൈൽ നമ്പർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ. അതൊക്കെ പറയാം ലക്ഷ്മി പറയാം. അസിസ്റ്റന്റ് കോർഡിനേറ്റർമാർ, ഇവരെ ഓരോ സ്റ്റഡി സെന്ററിനും പഠിപ്പിക്കാൻ ഓരോ വിഷയത്തിനും അക്കാഡമിക് കൗൺസിലർമാർ വരും. നമ്മുടെ മാർ ഇവാനിയസ് കോളേജിലെ MSc CFTയുടെ പ്രത്യേകമായിട്ടുള്ള 8 വിഷയങ്ങൾക്ക് ഞാനൊരു അക്കാഡമിക് കൗൺസിലറാണ്. അപ്പോൾ അക്കാഡമിക് കൗൺസിലർക്ക് ഡ്യൂട്ടി തരുന്നത് ആ സ്റ്റഡി സെന്ററിലെ കോർഡിനേറ്റർ ചിലപ്പോൾ അസിസ്റ്റന്റ് കോർഡിനേറ്ററിനെ ചുമതലപ്പെടുത്താം. ഗൈഡുകളും പ്രോജക്റ്റുകളും എല്ലാം ചെയ്യേണ്ടത് കോർഡിനേറ്റർ നിങ്ങൾക്ക് ഒരാളെ അനുവദിച്ചു തരണം. നിങ്ങൾ നേരിട്ട് അക്കാഡമിക് കൗൺസിലേഴ്സിന്റെ അടുത്തേക്ക് വരലല്ല. അക്കാഡമിക് കൗൺസിലർ ആര് ആ കോളേജിലേക്ക് പോകണമെന്ന് കോർഡിനേറ്ററാണ് നിശ്ചയിക്കേണ്ടത്. കോർഡിനേറ്റർ ഞങ്ങൾക്ക് മെസ്സേജ് തരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ക്ലാസ്സുകളിലേക്ക് വരും. പക്ഷെ അങ്ങനെ ക്ലാസ്സുകളിലേക്ക് വരും എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ കൊറോണ ദേവി വന്നതിന് ശേഷം എല്ലാം ഓൺലൈനിൽ കുറെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ വാരി തരികയാണ്. ചില സെന്ററുകൾ, ഗംഭീരമായിട്ടുള്ള ചില സെന്ററുകൾ നേരിട്ട് ക്ലാസുകൾ തരുന്നു. ബഹുഭൂരിപക്ഷം കോഴ്സുകൾക്കും ക്ലാസുകൾ തരാറില്ല. അങ്ങനെയുള്ള ക്ലാസുകൾ ഈ ഗ്യാൻ ഘോഷ് എഴുതിയെടുത്തോളൂ. ഈ ഇലക്ട്രോണിക് ഗ്യാൻ GYAN GHOSE ഘോഷ്, ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിൽ പോയാൽ FB ലൈവ് ക്ലാസുകൾ കിട്ടും. അപ്പൊ ഗ്യാൻ ഘോഷ്, FB ലൈവ് ക്ലാസസ്, ഗ്യാൻ ധാര,
ഗ്യാൻ വാണി, അതിലൂടെ ക്ലാസ്സുകൾ കിട്ടും. എം നോട്ട്സിലെ പോഡ്കാസ്റ്റിലൂടെ, എം നോട്ട്സിലെ വിവിധ വീഡിയോയിലൂടെ ഇപ്പോൾ 2500 വീഡിയോസ് ആയി. 2500 കൂടുതൽ വീഡിയോസിലാണ് ഇപ്പൊ എം നോട്ട്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഐ ഹംബ്ലി റിക്വസ്റ്റിംഗ് 20 മിനിറ്റ് 15 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ചെറിയ ചെറിയ പോർഷൻ നിങ്ങൾ എടുക്കുക, പാഠഭാഗം പഠിക്കുക, അത് വീഡിയോ ആക്കുക, എനിക്ക് ടെലഗ്രാമിൽ അയച്ചു തരിക. ഞാൻ അതിന് തമ്പനെയിൽ ഉണ്ടാക്കിയിട്ട് ഈ ലോകത്തേക്ക് പ്രക്ഷേപണം ചെയ്യും. 10 പൈസക്ക് തരൂല. ഇതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാ.